ഫീഡിന് ഷെൽഫ് ലൈഫ് കിട്ടാൻ ഈ കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. ഫീഡ് മാർക്കറ്റിൽ ഇറക്കി ആദ്യമൊക്കെ നല്ല അഭിപ്രായമായിരിക്കും. പിന്നെ ഇതിൻ്റെ സ്മെല്ല് ശരിയില്ല, ഫീഡിൻ്റെ നിറം മാറുന്നു, മൃഗങ്ങൾ കഴിക്കുന്നില്ല, ഇങ്ങനെയൊക്കെയുള്ള കംപ്ലൈൻറ്റുകൾ വരാൻ തുടങ്ങും. എന്താണ് ഇതിൻ്റെ കാരണം? പലരും ധരിച്ചു വച്ചിരിക്കുന്നത് ഇത് സ്റ്റോറേജിൻ്റെ പ്രശ്നമാണെന്നാണ്. എന്നാൽ യഥാർത്ഥ കാരണം ഇതൊന്നുമല്ല. ഇതിൻ്റെ FFA കൂടുന്നതും മോയ്സ്ചർ കണ്ടൻറ്റ് കൂടുന്നതും കാരണമാണ് ഈ പ്രശ്നം ഉണ്ടാകുന്നത്. ഞാൻ ഈ പറയുന്ന 3 കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഫീഡ് മാനുഫാക്ചറിങ് മേഖലയിൽ നിങ്ങൾക്കൊരു വിന്നറാവാൻ പറ്റും. ആദ്യത്തെ കാര്യം, ഫാറ്റ് കണ്ടന്റിലുള്ള പ്രോട്ടീൻ മീൽ ഫ്രഷ് ആയിരിക്കണം. വളരെ നാൾ സ്റ്റോക്ക് ചെയ്ത് വെച്ച പ്രോട്ടീൻ മീൽ ആണെങ്കിൽ ഓക്സിഡൈസ് ആയാൽ ഈട് നിൽക്കില്ല. രണ്ടാമത്തെ കാര്യം, 10% താഴെ മോയ്സ്ചർ കണ്ടന്റ് ഉള്ള പ്രോട്ടീൻ മീൽ മാത്രം ഉപയോഗിക്കുക. അങ്ങനെയാണെങ്കിൽ പൂപ്പൽ കയറാതെയും ദുർഗന്ധം വരാതെയും ദീർഘകാലം ഇരിക്കും. പിന്നത്തെ കാര്യം, ക്വാളിറ്റിയുള്ള റോ മെറ്റീരിയലും ശരിയായ ആൻറ്റി ഓക്സിഡൻറ്റും ചേർത്താൽ മാത്രമേ കംപ്ലൈൻ്റ് ഇല്ലാത്ത ഫീഡ് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുകയുള്ളൂ. ഫീഡ് ഇൻഡസ്ട്രിയിൽ വിൽപ്പന കഴിഞ്ഞാൽ അതിൻ്റെ കഥ അവസാനിക്കുന്നില്ല. അതിൻ്റെ പെർഫോമൻസും ഷെൽഫ് ലൈഫും കൂടിച്ചേർന്നാൽ മാത്രമേ ബ്രാൻഡ് നിലനിൽക്കുകയുള്ളൂ. ഒരു ക്വാളിറ്റിയുള്ള പ്രോട്ടീൻ മീൽ തേടുന്ന മാനുഫാക്ചർ ആണെങ്കിൽ ഇപ്പോൾ തന്നെ നിങ്ങൾ ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യും.